ഇങ്ങോട്ട് മനീഷ് അല്ല രതീഷ, അങ്ങോട്ട് മാറിയെന്നാണ്. പിന്നെ ഈ കൈലാസത്തിൽ ശിവന്റെ മകൻ സുരേന്ദ്രൻ ആരാണ്? ശിവന്റെ മകൻ സുബ്രഹ്മണ്യനല്ലേ സാറേ? അവനാണ്. അപ്പൊ ഗണപതിയാണത്. ഗണപതി അല്ല സുരേന്ദ്ര. പിന്നെ താങ്കൾ ഈ വീടിന്റെ ആധാരം വെച്ചിട്ടേ ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ തിരിച്ചടച്ചായിരുന്നു? ഇല്ലായിരുന്നു. ഞാൻ കുറച്ച് നോട്ടീസ് ഇങ്ങോട്ട് അയച്ചായിരുന്നു, അത് കിട്ടിയായിരുന്നു? അവിടെ ഭദ്രമായിട്ട് ഇരിക്കട്ടെ. ഞാനേ ആ ഇന്ത്യൻ ബാങ്കിൽ നിന്നേ ഈ വീടും വസ്തു കൂടെ ജപ്തി ചെയ്യാൻ വന്ന ആളാണ്. ജപ്തി ചെയ്യാൻ വന്നതാണെന്ന്. ഇപ്പൊ തന്നെ ജപ്തി ചെയ്യോ? ഇപ്പൊ തന്നെ ചെയ്യേണ്ടതാണ്. പക്ഷെ നമ്മുടെ കൂടെ ചെണ്ടകുട്ടി അറിയിക്കുന്ന ആൾ ഇതുവരെ വന്നില്ല. എവിടെ പോയി? അയാൾക്ക് ചെറിയൊരു പരിപാടിയുണ്ട്, അതുകൊണ്ട് നാളെ ജപ്തി നടക്കും. നാളെ? അതേതായാലും നന്നായി. അളിയിൽ ഇത്തിരി പൈസ എനിക്ക് തരാണ്ടേ. അപ്പൊ ഈ തൽക്കാലത്തേക്ക് ഈ പ്ലാവ് അങ്ങോട്ട് വെട്ടിയെടുക്കാന്ന് ഓർത്ത്. ഏത്? ഈ പ്ലാവേ. ഈ പ്ലാവ് പോയിട്ട് ഈ വസ്തുവിന്റെ അകത്തുനിന്ന് ഒരു തുരുമ്പ് പോലും നിങ്ങൾക്ക് എടുക്കാനുള്ള അവകാശം ഇല്ല. ഇതെല്ലാം നമ്മൾ ജപ്തി ചെയ്ത് വെച്ചാക്കുവാ. അപ്പൊ എന്റെ പൈസയുടെ കാര്യം എന്ത് ചെയ്യും? ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യും, മനീഷ് കൊണ്ട തരും. അതെ സുഹൃത്തെ, അപ്പൊ എന്റെ വെട്ടുകാശ മനീഷ് തരും. എന്റെ പൊന്നു സുഹൃത്തെ, നിങ്ങൾ ഈ പറയുന്ന മനീഷിന്റെ പേരും പറഞ്ഞ് ഇയാള് വർഷങ്ങളായിട്ട് ഞങ്ങളുടെ ബാങ്കിനെ പറ്റിച്ചോണ്ടിരിക്കുക. നിങ്ങൾ ഈ പറയുന്ന മനീഷ് ഉണ്ടല്ലോ, അങ്ങനെ ഒരാൾ ഈ ഭൂലോകത്തെ ജീവിച്ചിരിപ്പില്ല. അപ്പൊ മനീഷ് കൊണ്ടുതരാന്ന് പറഞ്ഞ പൈസയാ ഫിനിഷ്.